കൂട്ടുകാരെ, ഞാനപ്പം അമ്മയായിട്ട് ഇന്ന് ചേർത്തല വരെ പോയായിരുന്നു. ചേർത്തല പോയപ്പം നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ വരെ ഒന്ന് കയറിയായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി അവിടെ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിച്ച് കുറച്ചായപ്പോഴാണ് അമ്മ വീഡിയോ എടുത്തത് കേട്ടോ. അമ്മ ഒന്നും വാങ്ങിച്ച് ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ട് അമ്മ ഒരു ജ്യൂസ് മാത്രമേ മേടിച്ചുള്ളൂ. ഒരു ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ച് അമ്മ അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന ആ ടൈമിന് എടുത്തു തന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ അന്നേരം ഈ ബിരിയാണി കഴിച്ച് കുറച്ചായിരുന്നു, അന്നേരം എടുത്താണ്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ ബിരിയാണിയാണ് നല്ലത്. ഞാൻ ഇടയ്ക്കൊക്കെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ചേർത്തല വരുമ്പോഴൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഇവിടുന്നൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ നമ്മുടെ വേസൈഡിൽ നിന്നും കഴിക്കും. മായിത്തറയിലുള്ള വേസൈഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അവിടുത്തെ നല്ല ബിരിയാണിയാണ്. പക്ഷേ അവിടെ മുട്ടയും പപ്പടമൊന്നും കാണത്തില്ല. അവിടെ 180 രൂപയേ ഉള്ളൂ. പക്ഷേ ഇവിടെ 200 രൂപയാണ് ബിരിയാണിയുടെ വില. എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. അപ്പം ഞാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബിരിയാണി വാങ്ങിച്ച് കഴിക്കാതിരിക്കത്തില്ല. എനിക്കിഷ്ടമായത് കൊണ്ടാണ്. ഞാൻ പുറത്തു നിന്നുള്ള ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അമ്മയാണ് എൻ്റെ ക്യാമറാമാൻ. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകണമെങ്കിൽ അമ്മ ചിലപ്പോഴൊക്കെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാറുണ്ട്. നല്ല ഭക്ഷണമാണ് കേട്ടോ ഇവിടുത്തത്. പണ്ടത്തെ ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റും അതൊക്കെ നമുക്ക് ഓർമ്മ വരും. അത് നല്ലൊരു ബിരിയാണി തന്നെയാണ്. ഞാൻ ആലപ്പുഴക്കാരനാണെങ്കിലും ആലപ്പുഴ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് പക്ഷേ ബിരിയാണി അങ്ങനെ അധികമൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ വലുതായി കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും ആലപ്പുഴയിലോ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ടില്ല. പക്ഷേ ഇത് ചേർത്തലയിലാണ്. ചേർത്തലയിലെ നല്ല ഇന്ത്യൻ കോഫി ഹൗസാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള രുചിയുള്ള ബിരിയാണിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഇതുപോലുള്ള ബിരിയാണി വാങ്ങിച്ച് കഴിക്കണം. ചേർത്തല വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ബിരിയാണി എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലുള്ള രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ നിങ്ങളും ഇന്ത്യൻ കോഫി ഹൗസിലോട്ടൊക്കെ ഇടയ്ക്ക് പോയി കഴിക്കണം. ഇത് നാരങ്ങാച്ചാറായിരുന്നു. നാരങ്ങാച്ചാറും സാലഡൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.